ഇപ്പൊ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന പുതിയ മോഡൽ സ്വിഫ്റ്റ് ഉണ്ടല്ലോ, ഈ ഒരു ഫേസിൽ വരുന്നത്, ഇതൊക്കെ പുതിയത് എടുക്കാൻ പോകുന്നതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് ലക്ഷങ്ങളും മാറ്റങ്ങളിൽ പുതിയതുപോലെ തോന്നിപ്പിക്കുന്ന ഒരു യൂസർ കാർ ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. അതുപോലെ തന്നെ മൈലേജ് സെഗ്മെന്റ് വാഹനങ്ങളാണ് നോക്കുന്നെങ്കിൽ മാരുതിയുടെ സെലീറിയോ നല്ല ക്വാളിറ്റി വാറന്റി പീസ് നിലവിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ മാരുതിയുടെ സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക് ഒരുപാട് ആളുകൾ അന്വേഷിച്ചിറക്കുന്നുണ്ട്. അവർക്ക് പറ്റിയ ഓട്ടോമാറ്റിക് ആണെങ്കിൽ ഓട്ടോമാറ്റിക്, മാനുവൽ ആണെങ്കിൽ മാനുവൽ സ്റ്റോക്ക്, 7 സീറ്റർ വാഹനങ്ങൾ വിത്ത് വാറന്റി സർവീസോട് കൂടിയിട്ട് നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. ഇത് കിടക്കുന്നുണ്ടല്ലേ മറ്റേ ടാറ്റയുടെ ടിയാഗോ, നല്ല ക്വാളിറ്റി പീസാണ്. എടുത്ത് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനത്തിന്റെ ഫുൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഈ ഒരു ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ ടൊയോട്ടോയുടെ എത്തിയോസ് നിലവിൽ പറഞ്ഞ സ്റ്റോക്ക് ഉണ്ട്. ഇത് കണ്ടോ, ഒരു മീഡിയം ബഡ്ജറ്റ് അല്ല, ലോ ബഡ്ജറ്റ് എന്ന് തന്നെ പറയാം. കാരണം 2,27,000 രൂപ ഈ ഒരു വാഹനത്തിൽ ചോദിക്കുന്ന പ്രൈസ് സിംഗിൾ ഓണർ വണ്ടി കേട്ടോ, നല്ല ക്വാളിറ്റി പീസാണ്. അതുപോലെ തന്നെ പഴയ മോഡൽ വരുന്ന i20 നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ മാരുതിയുടെ വാഗനർ ഇപ്പോൾ പുതിയതുണ്ട് പഴയതുണ്ട്. ഒക്ടോബർ മാസം 7-ാം തീയതി വരെ ഇവിടെ നിന്ന് വാഹനങ്ങൾ എടുക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഏത് ചെറിയ വാഹനം എടുത്താലും ഏത് വലിയ വാഹനം എടുത്താലും പെട്രോൾ ആണെങ്കിൽ പെട്രോൾ, ഡീസൽ ആണെങ്കിൽ ഡീസൽ, ഫുൾ ടാങ്ക് ഫ്രീ ആണ്. അതേപോലെ തന്നെ 10,000 രൂപയുടെ അക്സസറീസും കാര്യങ്ങളും ഓണം പ്രമാണിച്ചിട്ട് ഇവർ നൽകുന്നുണ്ട്. ഞാനും നിൽക്കുന്ന ഈ ഷോറൂമിന്റെ വീഡിയോസ് നമ്മൾ 2 മാസം മുന്നേ കണ്ടതാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഷോറൂമിന്റെ വീഡിയോസ് അന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത്. ആ ഒരു വീഡിയോസ് നിങ്ങളുടെ സപ്പോർട്ടും സഹകരണം കൊണ്ട് ഒരുപാട് നല്ല കസ്റ്റമേഴ്സിനും കാര്യങ്ങളൊക്കെ ഇവർ കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പുതിയ സ്റ്റോക്ക് വന്നപ്പോൾ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഷോറൂമിന്റെ ലൊക്കേഷൻ ഏതാണെന്ന് ആദ്യം പറയാം. എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തറക്ക് അടുത്തുള്ള നമ്മുടെ തിരുവാങ്കുളം എന്ന് പറയുന്ന സ്ഥലത്തുള്ള കാർ ട്രെൻഡ്സ് എന്ന് പറയുന്ന യൂസ്ഡ് കാർ ഷോറൂം, അതായത് മൾട്ടി ബ്രാൻഡ് യൂസ്ഡ് കാർ ഷോറൂമിലാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ തിരുവാങ്കുളത്തുള്ള കാർ ട്രെൻഡ്സിന്റെ പുതിയ സ്റ്റോക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. ഓണം പ്രമാണിച്ചിട്ട് ഒരുപാട് നല്ല സ്റ്റോക്ക് ഇറക്കിയിട്ടുണ്ട് നമ്മളല്ലേ. അപ്പോൾ എന്തായാലും ഓണം പ്രമാണിച്ച സ്റ്റോക്ക് മാത്രമല്ല, നമ്മൾ കുറച്ച് ഓഫർ കൂടി കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഓഫർ കൊടുക്കുന്നത്? നമ്മൾ ഇവിടുന്ന് ഓഫർ കൊടുക്കുന്നത് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ഫുൾ ടാങ്ക് എല്ലാ വണ്ടിക്കാണ് കൊടുക്കുന്നത്. നമ്മൾ ഏത് ചെറുവാഹനം എടുത്താലും വലിയ വാഹനം എടുത്താലും ഏത് വണ്ടി എടുത്താലും ഫുൾ ടാങ്ക് ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 10,000 രൂപയുടെ ആക്സറീസ് അഡീഷണൽ കൊടുക്കും. അത് ഏത് വാഹനം എടുത്താലും കൊടുക്കും. 10,000 രൂപയുടെ ആക്സറീസും കാര്യം നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫുൾ ടാങ്ക് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ അല്ലേ. ഇത് എത്ര ദിവസം ഉണ്ടാവും ഈ ഓഫർ? ഇത് നമുക്ക് ഒക്ടോബർ 7-ാം തീയതി വരെയാണ് ഓഫറും കാര്യങ്ങളും വരുന്നത്. ഒക്ടോബർ 7-ാം തീയതി വരെ. സാധാരണ എല്ലാവരും ഓണം വരെയാണെന്ന് പറയാറ്. ഇത് ഓണം കഴിഞ്ഞിട്ട് 2 ദിവസം കൂടി നമുക്ക് നീട്ടിയിട്ടുണ്ട്. ഒക്ടോബർ മാസം 7-ാം തീയതി വരെ എല്ലാ വാഹനത്തിനും ഈ പറഞ്ഞ ഓഫറും കാര്യങ്ങളൊക്കെ കിട്ടും. ഒരുപാട് നല്ല സ്റ്റോക്ക് ഇപ്പൊ നമ്മൾ വന്നിട്ടുണ്ടല്ലേ. പുതിയ സ്റ്റോക്ക് അല്ല, നമ്മൾ കഴിഞ്ഞ മാസം കണ്ടതിൽ വാഹനങ്ങളൊക്കെ 99% വാഹനം സെയിലായി പോയിട്ടുണ്ട്. പിന്നെ ഇതൊരു യൂസ്ഡ് കാർ ഷോറൂം മാത്രമല്ല, ബാക്കി എന്തൊക്കെയാണ് വരുന്നത്? ഇത് കാർ പർച്ചേസ് ആൻഡ് സെയിൽ വരുന്നുണ്ട്. പിന്നെ സർവീസ് സെന്റർ, അതായത് മൾട്ടി ബ്രാൻഡ് സർവീസ് സെന്റർ, ഏത് വണ്ടി വേണമെങ്കിലും സർവീസും ചെയ്യാം. പിന്നെ അഡീഷണൽ വാഷിംഗ്, പോളിഷിംഗ്, പിന്നെ സൈലൻസർ കോട്ടിംഗ്, അണ്ടർ ബോഡി കോട്ടിംഗ് എല്ലാം വാറന്റിയുള്ള ചെയ്ത് കൊടുക്കുന്നു. വാറന്റിയോട് കൂടി തന്നെ ചെയ്ത് കൊടുക്കുന്നതല്ലേ. പിന്നെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടോ? പിന്നെ ഇൻഷുറൻസ് ക്ലെയിമും കാര്യങ്ങളും വരുന്നുണ്ട്. പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഇവർ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സർവീസ് സംബന്ധമായിട്ടാണെങ്കിൽ ശരി, വാഹനങ്ങൾ എടുക്കാനാണെങ്കിൽ ശരി, വാഹനങ്ങൾ കൊടുക്കാനാണെങ്കിൽ ശരി, ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പോപ്പുലർ ഓട്ടോ ഡീലേഴ്സ് എന്ന് പറയുന്ന വലിയൊരു ഗ്രൂപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഷോറൂമാണ് കാർ ട്രെൻഡ്സ്. അതുകൊണ്ട് തന്നെ പരിപൂർണ്ണ വിശ്വാസമായിട്ട് വാഹനങ്ങൾ എടുക്കാൻ ചെയ്യാം. ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന മാരുതിയുടെ പുതിയ ഫേസിൽ വരുന്ന പുതിയ സ്വിഫ്റ്റ് കാർ എടുക്കാൻ നിൽക്കുന്നവർ ഒരു നിമിഷം ഈ ഒരു വീഡിയോസ് ഒന്ന് കാണാം. കാരണം നിങ്ങൾക്ക് പുതിയതിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് എടുക്കാൻ പറ്റുന്ന ലക്ഷങ്ങളും മാറ്റങ്ങളിൽ നല്ല ക്വാളിറ്റി വാറന്റി കാര്യങ്ങളോട് കൂടി എടുക്കാൻ പറ്റുന്ന ഒരു സ്വിഫ്റ്റ് കാർ ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഉണ്ട് അല്ലേ. ഈ സ്വിഫ്റ്റ് ഏതാ മോഡൽ വരുന്നത്? ഇത് 2024 മോഡലാണ്. 24 മോഡൽ. ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടി. ഏത് വേരിയന്റ് ഏതാ? ഈ ZXA പ്ലസ് ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വീണ്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം പുതിയതിലേക്ക് പോയാൽ മതി. ഇതിൽ ഈ പറഞ്ഞ പോലെ എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 19,000 കിലോമീറ്റർ. വെറും 19,000 കിലോമീറ്റർ. മാനുവൽ ഓട്ടോമാറ്റിക് വെഹിക്കിൾ ആണ്. 19,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ZXA പ്ലസ് എന്ന് പറയുന്ന ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. ഇതിൽ അത്യാവശ്യം എന്തൊക്കെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്? പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അലോവിയിൽ ആൻഡ്രോയിഡ് സ്റ്റീരിയോ വിത്ത് റിവേഴ്സ് ക്യാമറ, ബാക്ക് വൈപ്പർ, അതായത് ഫീച്ചറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അത് ടോപ്പ് എൻഡ് ആയതുകൊണ്ട് തന്നെ ഇതിന് അഡീഷണൽ ആയിട്ട് ഒന്നും നമുക്ക് കയ്യിൽ നിന്ന് ഇറക്കിയിട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ ആണ്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ഈ വാഹനത്തിൽ നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 9,35 വരുന്നത്. 9,35,000 രൂപയാണ്. ഷോറൂം കണ്ടീഷൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു വാഹനം അല്ലേ. ഇതിന് വാറന്റി കാര്യങ്ങളുണ്ടോ? ഇതിന് 1 ഇയർ വാറന്റി, 3 ഫ്രീ സർവീസ് ഉണ്ട്. മാരുതി അടുത്ത അവതരിപ്പിച്ചതിൽ ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് മാരുതിയുടെ സെലീറിയോ അല്ലേ. ഇത് ഏതാ മോഡൽ വരുന്നത്? ഇത് 2021 മോഡലാണ് വരുന്നത്. വേരിയന്റ് ഏതാ? VXA വേരിയന്റ്. ഓണർഷിപ്പോ? സിംഗിൾ ഓണർ വണ്ടി. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 41,000 കിലോമീറ്റർ ഓടി. പെട്രോൾ മാനുവൽ. ഈ 41,000 കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത്? ഫീച്ചർ വരുന്നത് 4 ഡോർ പവർ വിൻഡോ ആണ് വരുന്നത്. ABS സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സ് ഒക്കെ പുതിയ വാഹനങ്ങളിൽ വരുന്നുണ്ട്. ഇൻഷുറൻസ് എല്ലാം ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ ആണ്. വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇതിന് ആസ്കിംഗ് പ്രൈസ് വരുന്നത് 4,90. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റുന്ന വാഹനം. പിന്നെ അറിയേണ്ടത് വാറന്റി കാര്യങ്ങളുണ്ട്. ഇതിന് വാറന്റി ഉണ്ട്. ഇത് വരുമ്പോൾ 1 ഇയർ വാറന്റി, 3 ഫ്രീ സർവീസ് ആണ് വരുന്നത്. 3 ഫ്രീ സർവീസും വരുന്നുണ്ട്. ഈ സ്വിഫ്റ്റ് ഏതാ മോഡൽ വരുന്നത്? ഇത് 2018 മോഡലാണ് വരുന്നത്. ഏതാ വേരിയന്റ്? ZXA വരുന്നത്. ടോപ്പ് എൻഡ് തൊട്ട് താഴെയുള്ള വേരിയന്റ്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ വരുന്നത്. എത്ര കിലോമീറ്റർ ഓടി? 47,000 കിലോമീറ്റർ ഓടി. ഇത് ഓട്ടോമാറ്റിക് മാനുവൽ? ഓട്ടോമാറ്റിക് ആണല്ലേ. ഈ ZXA എന്ന് പറയുന്ന വേരിയന്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നത്? നേരത്തെ വരുമ്പോൾ അലോ വീൽസ് വരുന്നുണ്ട്. പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, നോർമൽ ആൻഡ്രോയിഡ് സ്റ്റീരിയോ വരുന്നത്, AC പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ ലോക്ക് വരുന്നത്, ABS കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നല്ല ക്വാളിറ്റി സീറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിന്റെ ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ക്ലിയർ അല്ലേ?
ക്ലിയർ ആണ്. ഇതിൽ വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഇതിന്റെ ഫ്രണ്ട് ഗ്ലാസ് മാത്രം മാറിയിട്ടുണ്ട്. ഗ്ലാസ് മാത്രമാണ് മാറിയേക്കണേ, വേറെ അകത്തേക്ക് ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഒന്നുമില്ല. മേജർ ആക്സിഡന്റും കാര്യങ്ങളൊന്നും സംഭവിച്ചല്ല. കമ്പനി മാറിയിട്ടില്ലല്ലേ? കമ്പനി ഹിസ്റ്ററി ഉള്ളതാണ്. കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിട്ടുള്ള കച്ചവടമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഒരു തരത്തിലുള്ള പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി അറിയേണ്ടത് ഇതിന് ചോദിക്കുന്ന പ്രൈസ് ആണ്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്ന 6,25,000 പറയും. 6,20,000. അടുത്തായിട്ട് SUV സെഗ്മെന്റ് വാഹനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആളുകളുടെ പ്രിയപ്പെട്ട വാഹനമായിട്ട് ഇപ്പൊ കിയ മാറി കഴിഞ്ഞില്ലേ? ഇത് കിയ സെൽറ്റോസോ? കിയ സെൽറ്റോസ് വരുന്നത്. ഇത് ഏത് മോഡൽ വരുന്നത്? ഇത് 2021 മോഡലാണ് വരുന്നത്. വേരിയന്റ് ഏതാ? HTX വേരിയന്റ്. HTX അല്ലേ? ഓണർഷിപ്പ് സിംഗിൾ ഓണർ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 30,000 കിലോമീറ്റർ ഓടിയേക്കാം. വെറും 30,000 കിലോമീറ്റർ. ഡീസൽ ആണല്ലേ? ഓക്കെ. അപ്പൊ ഡീസൽ വാഹനമാണ്, 30,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ലിസ്റ്റും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇതിലെന്തൊക്കെയാണ് മെയിൻ ആയിട്ട് ഫീച്ചേഴ്സ് വരുന്നത്? ഇത് വരുമ്പോൾ ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെയുള്ള വേരിയന്റ് ആണ് വരുന്നത്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ വിത്ത് റിവേഴ്സ് ക്യാമറ, സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. പിന്നെ അഡീഷണൽ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആണ് വരുന്നത്. പിന്നെ സൺറൂഫ് വരുന്നുണ്ട്. സൺറൂഫ്, അലോയ് വീൽസ് കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്ന കിയയുടെ ഒരു വാഹനമാണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 14 ലക്ഷം രൂപയാണ്. 14 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ഈ അർബൻ ക്രൂസർ ഏതാ മോഡൽ വരുന്നത്? 2022 മോഡലാണ്. 22 മോഡൽ. ഏതാ വേരിയന്റ് ഏതാ? സിംഗിൾ ഓണർ വണ്ടി വരും. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 46,000 കിലോമീറ്റർ ഓടിയേക്കാം. ഇത് പെട്രോൾ, മാനുവൽ, ഓട്ടോമാറ്റിക് വരുന്നത് അല്ലേ? ഇതിലെന്തൊക്കെ ഫീച്ചേഴ്സ്? ഇത് വരുമ്പോൾ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആണ് വരുന്നത്. അഡീഷണൽ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ 360 ക്യാമറ വരുന്നുണ്ട്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ വിത്ത് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. പിന്നെ പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ് ആണ് ഇതിനകത്ത് വരുന്നത്. ഹെഡ് ലാമ്പ്, അലോയ് വീൽസ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അലോയ് വീലും കണ്ടീഷൻ ടയേഴ്സ് ഒക്കെ വരുന്ന വാഹനമാണ്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങൾ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കണ്ടീഷൻ വണ്ടി. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 9,55 ആണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റുന്ന ന്യൂ ഷേപ്പിൽ വരുന്ന ഡിസൈർ അല്ലേ? ഇതേതാ മോഡൽ വരുന്നത്? 2022 മോഡലാണ് വരുന്നത്. ഏത് വേരിയന്റ്? ഈ VXA വേരിയന്റ്. ഓണർഷിപ്പോ? സിംഗിൾ ഓണർ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 28,000 കിലോമീറ്റർ ഓടി. ഓട്ടോമാറ്റിക്, മാനുവൽ? ഇത് ഓട്ടോമാറ്റിക് വെഹിക്കിൾ ആണ്. പെട്രോൾ എഞ്ചിനിൽ വരുന്ന നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ്. ഈ VXA എന്ന് പറയുന്ന വേരിയന്റിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരിക? ഇതിനകത്ത് വരുമ്പോൾ എയർ ബാഗ്, ABS, സീറ്റ് കവർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫോഗ് ലാംപ്സ്, നല്ല കണ്ടീഷൻ ടയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അഡീഷണൽ ആയിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വാഹനം തന്നെയാണ്. ഇതിന് വേറെ ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ലല്ലോ. അതിന് നമുക്ക് വാറന്റി കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും. ഇതിന് വാറന്റി വരുന്നുണ്ട്. ഇതിന് അഡീഷണൽ 1 ഇയർ വാറന്റി, 3 ഫ്രീ സർവീസും വരുന്നുണ്ട്. 3 ഫ്രീ സർവീസും വരുന്നുണ്ട്. ഒരു വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 7,20,000 രൂപയാണ് ചോദിക്കുന്നത്. XL6 ഇതാ മോഡൽ വരുന്നത്. 2019 മോഡലാണ് വരുന്നത്. വേരിയന്റോ? സീറ്റ വേരിയന്റ് വരുന്നത്. അതായത് ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെയുള്ള വേരിയന്റ്. ഓക്കെ. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 46,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ്. പെട്രോൾ മാനുവൽ അല്ലേ? പെട്രോൾ ഹൈബ്രിഡ് വണ്ടി, മാനുവൽ. അത്യാവശ്യം നല്ല മൈലേജും കിട്ടുന്ന വാഹനമാണല്ലേ? ഇത് 6 സീറ്റർ ആണ്. എടുത്ത് പറയുന്നത് 5 സീറ്ററും 7 സീറ്ററും അല്ല, 6 സീറ്റർ ആണ്. അതുപോലത്തെ ഒരു വാഹനമൊക്കെ അന്വേഷിക്കുന്നവർക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു വാഹനമാണ്. ഈ സീറ്റ എന്ന് പറയുന്ന വേരിയന്റിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത്? ഇതിന് ഫീച്ചർ വരുമ്പോൾ പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അലോയ് വീൽസ്, ആൻഡ്രോയിഡ് സ്റ്റീരിയോ വിത്ത് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. പിന്നെ ക്രൂസ് കൺട്രോൾ, അതായത് നോർമൽ ഫീച്ചർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അതായത് ഫുൾ ഓപ്ഷൻ എന്ന് പറയാം, ടോപ്പ് എൻഡ് അല്ല, അതിന്റെ തൊട്ട് താഴെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും വരുന്നില്ല. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇതിന് വാറന്റി കൊടുക്കാൻ പറ്റും. ഇത് വാറന്റി കൊടുക്കാൻ പറ്റും. ഇത് 6 മന്ത് വാറന്റി, 3 ഫ്രീ സർവീസ് ആണ്. 3 ഫ്രീ സർവീസ് ഉണ്ട്. അതിന്റെ അർത്ഥം വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ചോദിക്കേണ്ട ആവശ്യമില്ല. എല്ലാം പാസ്സായതിനു ശേഷം മാത്രമാണ് ഈ പറയുന്ന 6 മാസം വാറന്റി ഫ്രീ സർവീസ് ചെയ്ത് കൊടുക്കുക. ഇവിടെ തന്നെ വരണമെന്നില്ല. ഓൾ ഇന്ത്യയിൽ സർവീസ്. ഓക്കെ. അതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ആസ്കിംഗ് പ്രൈസ് വരുന്നത് 9 ലക്ഷം രൂപയാണ് വരുന്നത്. 9 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ല. ഇത് റെനോൾട്ട് കമ്പനിയുടെ ഡസ്റ്റർ അല്ലേ? ഏതാ മോഡൽ വരുന്നത്? ഇത് 2020 മോഡൽ വണ്ടിയായിരുന്നു. 2020 മോഡൽ. ഏത് വേരിയന്റ് ഏതാ? ഇത് RXS എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് വരുന്നത്. ഓക്കെ. പെട്രോൾ, ഡീസലാ? പെട്രോൾ മാനുവൽ. ഓണർഷിപ്പ് എത്ര വരുന്നത്? സിംഗിൾ ഓണർ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 31,000 കിലോമീറ്റർ വണ്ടി ഓടിയാണ്. 31,000 കിലോമീറ്റർ. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഈ വാഹനത്തിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത്? ഇത് വരുമ്പോൾ AC പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ ലോക്ക്, നോർമൽ 4 ഡോർ പവർ വിൻഡോ, പിന്നെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആണ് വരുന്നത്. ABS സർവേ കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ. ഈ വാഹനത്തിൽ നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് നമ്മൾ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 7 lakh ആണ് വരുന്നത്. 7 ലക്ഷം രൂപ ചോദിക്കുന്നത്. ഇത് ടാറ്റയുടെ ടിയാഗോ ആണോ? ടിയാഗോ വരുന്നത്. ഏതാ മോഡൽ വരുന്നത്? 2021 മോഡലാണ് വരുന്നത്. ഏതാ വേരിയന്റ്? ഇത് STA എന്ന് പറഞ്ഞ വേരിയന്റ് ആണല്ലേ? ഓണർഷിപ്പോ? സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനം. പെട്രോൾ ഓട്ടോമാറ്റിക് മാനുവൽ? പെട്രോൾ ഓട്ടോമാറ്റിക് ആണല്ലേ? അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടില്ല? എല്ലാം ഉണ്ട്. ഇത് ഈ വേരിയന്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വരിക? ഇത് വരുമ്പോൾ ഇൻഡിക്കേറ്റർ മൈലേജ് ആണ് വരുന്നത്. പിന്നെ നോർമൽ സ്റ്റീരിയോ കാര്യങ്ങൾ, AC പവർ സ്റ്റിയറിംഗ്, എയർ ബാഗ് ആണ് വരുന്നത്. എല്ലാം വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാം വേണ്ട ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഇതിന് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ക്വാളിറ്റി വെഹിക്കിൾ. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ആസ്കിംഗ് പ്രൈസ് വരുന്നത് 5,40,000 വരുന്നത്. 5,40,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റില്ലേ? മാക്സിമം ലോൺ ചെയ്യാം. ഈ എർട്ടിക മോഡൽ വരുന്നത് 2019 മോഡലാണ്. 19 മോഡൽ. ഏതാ വേരിയന്റ്? ZXA പ്ലസ് ഫുൾ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ ടോപ്പ് എൻഡ് വേരിയന്റ്. ഓണർഷിപ്പ്? സെക്കൻഡ് ഓണർ വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വാഹനമാണ്. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? 50,000 കിലോമീറ്റർ ഓടി. 50,000 അല്ലേ? ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടോ? എല്ലാ ഹിസ്റ്ററി. ഇത് പെട്രോൾ മാനുവൽ? മാനുവൽ ആണ്. ഈ വേരിയന്റിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരിക? അതൊരു പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അലോയ് വീൽ, നോർമൽ ആൻഡ്രോയിഡ് സ്റ്റീരിയോ വിത്ത് റിവേഴ്സ് ക്യാമറ, പിന്നെ സീറ്റ് കവറൊക്കെയാണ് അഡീഷണൽ ചെയ്തത്. എല്ലാം ചെയ്തിട്ടുണ്ട്. കാരണം ഇത് ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. അഡീഷണൽ ആയിട്ട് നമുക്ക് ഇനി ഒന്നും നമ്മൾ പേയ്മെന്റ് ചെയ്തിട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല.
ഇതിന്റെ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ. ഈ ഒരു വാഹനത്തിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇതിന് 9,10,000 രൂപയാണ് വരുന്നത് ചോദിക്കുന്ന പ്രൈസ്. ടാറ്റ കമ്പനിയുടെ നെക്സോൺ അല്ലേ? ഈ നെക്സോൺ ഏതാ മോഡൽ വരുന്നത്? 2023 മോഡലാണ് വരുന്നത്. 2023 മോഡൽ നെക്സോൺ ആണ്. വേരിയന്റ് വേരിയന്റ് XMA വേരിയന്റ് വരുന്നത്. XMA സിംഗിൾ ഓണർ വണ്ടി. എത്ര കിലോമീറ്റർ ഓടി? 26,000 കിലോമീറ്റർ. ഇത് ഓട്ടോമാറ്റിക് മാനുവൽ? ഓട്ടോമാറ്റിക് വണ്ടി. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓട്ടോമാറ്റിക് പെട്രോൾ വേരിയന്റ്. പെട്രോൾ വേരിയന്റ് അല്ലേ? ഈ XMA എന്ന് പറയുന്ന വേരിയന്റിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് കാണാൻ വരിക? അത് വരുമ്പോൾ ആൻഡ്രോയിഡ് സ്റ്റീരിയോ വിത്ത് റിവേഴ്സ് ക്യാമറയാണ് വരുന്നത്. ഓക്കെ. പിന്നെ സീറ്റ് കവർ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നോർമൽ ഫീച്ചറാണ് വണ്ടിക്ക് വരുന്നത്. അതായത് സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സ് ആയിട്ടുള്ള ABS എയർ ബാഗ്, സെൻട്രലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫോഗ് ലാംപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ അല്ലേ? ടയറും കാര്യങ്ങളും കണ്ടീഷൻ. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 8 ലക്ഷം രൂപയാണ് വരുന്നത്. ഹോണ്ട സിറ്റി എന്ന് പറയുന്നത് അല്ലേ? ഇത് ഏതാ മോഡൽ വരുന്നത്? ഇത് 2014 മോഡൽ വെഹിക്കിൾ വരുന്നത്. വേരിയന്റോ? S വേരിയന്റ്. S വേരിയന്റ് ആണല്ലേ? എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 46,000 കിലോമീറ്റർ ഓടിയേക്കുന്നത്. പെട്രോളാ ഡീസലാ? പെട്രോൾ വണ്ടി. പെട്രോൾ വണ്ടിയാണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വാഹനല്ലേ? ഇതിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരിക? ഇതിനകത്ത് നോർമൽ സ്റ്റീരിയോ ആണ് വരുന്നത്. എയർ ബാഗ്, AC, സെൻട്രൽ ലോക്ക് ആണ് വരുന്നത്. എല്ലാം വരുന്നുണ്ട്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 5,25,000 ആണ് ആസ്കിംഗ് പ്രൈസ് വരുന്നത്. 5,25,000 രൂപ അല്ലേ? ഈ നെക്സോൺ ഏതാ മോഡൽ വരുന്നത്? ഇത് 2019 മോഡലാണ് വരുന്നത്. ഏതാ വേരിയന്റ്? SM വേരിയന്റ് വരുന്നത്. ഓണർഷിപ്പോ? സിംഗിൾ ഓണർ വരുന്നത്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 62,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയത്. ഹിസ്റ്ററി കാണാനൊക്കെ ഉണ്ട്? എല്ലാ ഹിസ്റ്ററി അവൈലബിൾ. പെട്രോൾ ഡീസലാ? പെട്രോൾ വണ്ടി. പെട്രോൾ മാനുവൽ? പെട്രോൾ മാനുവൽ. ഓക്കെ. ഇതിൽ പിന്നെ അഡീഷണൽ ആയിട്ട് നമുക്ക് ഫീച്ചേഴ്സും കാണുന്നു പറയാനില്ല. ഫോട്ടോ പവറിന്റെ ABS എയർ ബാഗ് കാര്യങ്ങൾ പിന്നെ മിറർ ഇൻഡിക്കേറ്റർ ഒക്കെ വരുന്നത് അല്ലേ? ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 5,45,000 ആണ് വരുന്നത്. 5,45,000. ഈ ഒരു വാഗനർ ഏതാ മോഡൽ വരുന്നത്? ഇത് 2017 മോഡൽ വണ്ടിയാണ് വരുന്നത്. 17 മോഡൽ. വേരിയന്റോ? BXA വേരിയന്റ്. ഓണർഷിപ്പ് എത്ര വരുന്നത്? സിംഗിൾ ഓണർ വണ്ടി. എത്ര കിലോമീറ്റർ ഓടി? 33,000 കിലോമീറ്റർ ഓടി. പെട്രോൾ മാനുവൽ? പെട്രോൾ മാനുവൽ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും വരുന്നില്ല. ഫുള്ളി ഷോറൂം സർവീസ് കമ്പനി ഇത് വരുന്നത്. ഓക്കെ ഓക്കെ. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 4,10,000 രൂപയാണ് വരുന്നത്. 4,10,000 ചോദിക്കുന്ന പ്രൈസ്. ഇത് മാരുതിയുടെ പുതിയ ഫേസിൽ വരുന്ന ബിഗ് വാഗനർ. ഈ ഒരു വാഗനർ ഏതാ മോഡൽ വരുന്നത്? ഇത് 2022 മോഡലാണ് വരുന്നത്. വേരിയന്റോ? ZXi 1.2 വരുന്നത്. 1200 cc വരുന്നത്. ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെ തൊട്ട് താഴെയുള്ള വേരിയന്റ്. ഓക്കെ. ഓണർഷിപ്പോ? സിംഗിൾ ഓണർ വണ്ടി. എത്ര കിലോമീറ്റർ ഓടി? 30,000 കിലോമീറ്റർ ഓടി. വെറും 30,000. പെട്രോൾ മാനുവൽ അല്ലേ? പെട്രോൾ മാനുവൽ. ZXi എന്ന് പറയുന്ന വേരിയന്റിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? എയർ ബാഗ്, നോർമൽ സ്റ്റീരിയോ ആണ് വരുന്നത്. പിന്നെ സീറ്റ് കവർ, ഫ്ലോർ മാറ്റ്, പിന്നെ കണ്ടീഷൻ ടയേഴ്സ് ആണ് വരുന്നത്. ടയേഴ്സ്, ഫോഗ് ലാംപ്സ്, സെൻട്രലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാ പേപ്പേഴ്സും ക്ലിയർ അല്ലേ? പേപ്പർ എല്ലാം ക്ലിയർ. വേറെ മേജർ ആക്സിഡന്റ് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും വരുന്നില്ല. ഒന്നും വരുന്നില്ല. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 5,80,000 രൂപയാണ് വരുന്നത്. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ലോൺ. ഈ ഓൾട്ടോ 800 ഏതാ മോഡൽ വരുന്നത്? ഇത് 2020 മോഡലാണ് വരുന്നത്. വേരിയന്റോ? LXi വരുന്നത്. LXi വേരിയന്റ്. ഓണർഷിപ്പ് എത്ര വരുന്നത്? സെക്കൻഡ് ഓണർ വരുന്നത്. എത്ര കിലോമീറ്റർ ഓടി? 27,000 കിലോമീറ്റർ. വെറും 27,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. ചെറുവാനൊക്കെ മൈലേജ് സെഗ്മെന്റ് വാഹനം അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഏറ്റവും പറ്റിയ വാഹനം തന്നെ. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടോ? എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും വരുന്നില്ല. ഇത് മാരുതി ഓൾട്ടോ ലാസ്റ്റ് ഫേസിലായതുകൊണ്ട് അത്യാവശ്യം ഫീച്ചേഴ്സും എന്തൊക്കെ അഡീഷണൽ ആയിട്ട്? നോർമൽ സ്റ്റീരിയോ, 2 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, എയർ ബാഗ്, സെൻട്രൽ ലോക്ക് ആണ് വരുന്നത്. എല്ലാം വരുന്നുണ്ട്. പാർക്കിംഗ് സെൻസർ അടക്കം വരുന്ന ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ അല്ലേ? കണ്ടീഷൻ ടയർ വരുന്നത്. ഓക്കെ. ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 3,25,000 രൂപയാണ് വരുന്നത്. 3,25,000 ചോദിക്കുന്നത് അല്ലേ? നമുക്കിതൊരു 50,000 രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റില്ല? 50,000 60,000 ഡൗൺ പേയ്മെന്റിൽ വണ്ടി ഇറക്കാം. ഈ ടിയാഗോ ഏതാ മോഡൽ വരുന്നത്? 2019 മോഡലാണ് വരുന്നത്. ഏതാ വേരിയന്റ്? ഏതാ? XZ വേരിയന്റ് വരുന്നത്. ഫുൾ ഓപ്ഷൻ ആണോ? ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെയുള്ള വേരിയന്റ് ആണ്. ഓണർഷിപ്പോ? സിംഗിൾ ഓണർ വരുന്നത്. പെട്രോൾ മാനുവൽ അല്ലേ? പെട്രോൾ മാനുവൽ വരുന്നത്. ഓക്കെ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 37,000 കിലോമീറ്റർ. 37,000 കിലോമീറ്റർ. ഈ ഒരു വാഹനത്തിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത്? ഇത് വരുമ്പോൾ ABS, എയർ ബാഗ്, 4 ഡോർ പവർ വിൻഡോ ആണ് വരുന്നത്. അത്യാവശ്യം ആ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ അല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 4,25,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും വരുന്നത്. കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ഫുള്ളി നീറ്റ് ആൻഡ് ക്ലീൻ. അടുത്തായിട്ട് ഹ്യുണ്ടായി കമ്പനിയുടെ i20 ഒരെണ്ണം നിലവിൽ സ്റ്റോക്ക് ഉണ്ട് അല്ലേ? ഈ i20 ഏതാ മോഡൽ വരുന്നത്? i20 2013 മോഡലാണ് വരുന്നത്. 13 മോഡൽ. വേരിയന്റ് ഏതാ? ഇത് മാഗ്ന വേരിയന്റ് വരുന്നത്. മാഗ്ന വേരിയന്റ് ആണ്. ഓണർഷിപ്പോ? സെക്കൻഡ് ഓണർ വരുന്നത്. പെട്രോൾ ഡീസലാ? പെട്രോൾ വണ്ടി. പെട്രോൾ വണ്ടി. മാനുവൽ അല്ലേ? മാനുവൽ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 44,000 കിലോമീറ്റർ ഓടിയേക്കാം. ഇതില് മാഗ്ന എന്ന് പറയുന്ന വേരിയന്റ് ആയതുകൊണ്ട് തന്നെ എടുത്ത് പറയാവുന്ന അത്രയും ഫീച്ചേഴ്സ് കാണുന്നില്ല. എന്നാലും 4 ഡോർ പവർ വിൻഡോ, സ്റ്റീരിയോ വരുന്നുണ്ട്, സെൻട്രൽ ലോക്ക് വരുന്നത്. സെൻട്രൽ ലോക്ക്. ടയർ കാണുന്ന കണ്ടീഷൻ അല്ലേ? കണ്ടീഷൻ ടയർ. ഈ വാഹനത്തിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 3,10,000 രൂപയാണ്. 10,000 രൂപയാണ് ചോദിക്കുന്നത്. ഈ വാഹനത്തിന് ഇപ്പോൾ 2013 ചോദിക്കാൻ ലോൺ ചെയ്യാൻ പറ്റും? നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. റെനോൾട്ടിന്റെ കിട്ടല്ലേ? ഏതാ മോഡൽ വരുന്നത്? 2016 മോഡലാണ് വരുന്നത്. വേരിയന്റോ? RST ഓപ്ഷനിലാണ് വരുന്നത്. RST ഓപ്ഷനിലെ വേരിയന്റ് അല്ലേ? ഓണർഷിപ്പ് എത്ര? ഇത് സെക്കൻഡ് ഓണർ വരുന്നത്. എത്ര കിലോമീറ്റർ ഓടി? 52,000 കിലോമീറ്റർ ഓടി. പെട്രോൾ മാനുവൽ. പെട്രോൾ മാനുവൽ. ഓക്കെ. അത്യാവശ്യം നല്ല മൈലേജ് RST ഓപ്ഷനിലെ വേരിയന്റ്. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത്? ആൻഡ്രോയിഡ് സ്റ്റീരിയോ വരുന്നുണ്ട്. പിന്നെ അഡീഷണൽ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഫ്ലോർ മാറ്റ്, അതുപോലെ തന്നെ കണ്ടീഷൻ ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നീറ്റ് ആൻഡ് ക്ലീൻ പീസ് വണ്ടിയാണ്. നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ലല്ലോ. ഒന്നുമില്ല. തട്ടമുട്ട കൂടി കാണുന്നില്ല. നല്ല നീറ്റ് ആയിട്ടാണ് വാഹനം നിലവിൽ ഇപ്പോൾ ഉള്ളത്. ചോദിക്കുന്ന പ്രൈസ് എത്ര?
ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 2,25,000 രൂപയാണ് വരുന്നത്. ഒരു മീഡിയം ബഡ്ജറ്റിൽ അത്രയും ഒരു ബൈക്ക് വാങ്ങുന്ന പൈസക്കാണ് നല്ലൊരു വാഹനം നമുക്ക് ഇവർ തരുന്നത്. ഇത് ടൊയോട്ടയുടെ എത്തിയോസ്. ഏതാ മോഡൽ വരുന്നത്? ഇത് 2013 മോഡലാണ് വരുന്നത്. വേരിയന്റോ? ജി വേരിയന്റ് ആണ്. ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനം. എത്ര കിലോമീറ്റർ ഓടിയുണ്ട്? ഇത് 27,000 കിലോമീറ്റർ മാത്രമാണ് ഓടിയേക്കുന്നത്. വെറും 27,000 കിലോമീറ്റർ. ഹിസ്റ്ററി ഉണ്ടോ? എല്ലാം അവൈലബിൾ. എല്ലാം പക്കയല്ലേ? എല്ലാം പക്കയാണ്. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും വരുന്നില്ല. പെട്രോൾ ഡീസലാ? പെട്രോൾ വണ്ടിയാണ്. ഇതിൽ ഈ ജി എന്ന് പറയുന്ന വേരിയന്റിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത്? നോർമൽ സ്റ്റീരിയോ വരുന്നത്. AC പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ ലോക്ക്, പിന്നെ സീറ്റ് കവർ കാര്യങ്ങളാണ് ചെയ്തിട്ടുണ്ട്. ടയറും കാര്യങ്ങൾ കണ്ടീഷൻ അല്ലേ? കണ്ടീഷൻ. വേറെ ഒന്നും കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 3,80,000 രൂപയാണ് വരുന്നത്. 380 നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് ആണ്. ഇതിൽ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ല? ലോൺ ചെയ്യാം. മാക്സിമം ലോൺ അറേഞ്ച് ചെയ്ത് തരൂല്ലേ?